ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. ഒരുപാട് കേക്ക് ഓർഡറുള്ള ദിവസമായിരുന്നു. അതുപോലെ തന്നെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ആയിരുന്നു. അന്ന് ചെറിയ മോൻ്റെ 2ാം പിറന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ബാക്കി എൻ്റെ ഒരു ദിവസം ഫുൾ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ രാവിലെ മുറ്റം അടിച്ച് വാരുകയാണ് കേട്ടോ. മുറ്റം 2-3 ദിവസമായി അടിച്ച് വാരാത്തത് കൊണ്ട് തന്നെ മുറ്റം ഫുള്ള് വൃത്തികേടായി കിടക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ള സമയമായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ഉമ്മ ദുബായിലുള്ള സമയമായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം മുറ്റം അടിച്ച് വാരി ഞാൻ അതിൻ്റെ ആ ഒരു ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുറത്ത്, ഞങ്ങളുടെ കാസർഗോഡ് പൊതുവേ ഉള്ള പുറത്ത് ഒരു അടുപ്പ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്ന അടുപ്പ്, അതിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പൊ ദാ ഇവിടെ മോൻ എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ട് ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുറ്റത്ത്. പിന്നെ രാവിലെ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഇവിടെ പലർക്കും പല രീതിയിലുള്ള ചായയാണ്. എനിക്കും പിന്നെ മോൾക്കും കട്ടൻ ചായയാണ്. പിന്നെ ഹസ്ബൻഡിന് നല്ല കടുപ്പത്തിലുള്ള പാൽ ചായ വേണം. പിന്നെ 2 ആൺമക്കളുണ്ടല്ലോ, അവർക്കും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പാൽ ചായയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് കട്ടൻ ചായ ഇട്ടിട്ട് കുറച്ച് ചായ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചായ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊടിയിട്ടിട്ട് പിന്നെ മാറ്റി വെക്കുകയാണ്. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാസർഗോഡ് കലത്തപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കലത്തപ്പമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്, എനിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഹസ്ബൻഡിനുമായിട്ട്. അപ്പോൾ ചായയുടെ പരിപാടികളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഹസ്ബൻഡും കുട്ടികളും ചായ കുടിക്കുകയാണ്. അപ്പം മോള് ചായ കുടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മോളുടെ തല ചീകി കൊടുക്കും. അല്ലാണ്ട് രാവിലെ സമയം അങ്ങനെ തികയില്ല. അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ടും തല ചീകി കൊടുക്കുക. അപ്പം മോളുടെ തലശ്ശേരി കൊടുത്തതിന് ശേഷം ഹസ്ബൻഡ് ഡ്രസ്സ് അയൺ ചെയ്യാണ്. മോളെ സ്കൂൾ ബസ് വരുന്നത് മെയിൻ റോഡ് വരെയാണ്, അവിടെ വരെ കൊണ്ടുവിടുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സിങ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് വരുന്നത് ഉച്ചക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര തിരക്കാണ്. സ്കൂളിൽ അയക്കുന്നതും ഹസ്ബൻഡ് പോകുന്നതും എല്ലാം കൂടിയിട്ട് ഭയങ്കര തിരക്കുള്ള സമയമാണ് രാവിലെ. അപ്പോൾ ഹസ്ബൻഡും മോളും ഒക്കെ പോയതിന് ശേഷം ഞാൻ പെട്ടെന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരുപാട് കേക്ക് ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ മോൻ്റെ ബർത്ത്ഡേ, അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാക്കി പരിപാടികളൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ട് ക്ലീനിങ് തുടങ്ങി. ഇന്ന് കസിൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ ക്ഷണിച്ചായിരുന്നു. കസിൻസും അനിയത്തിയും ഒക്കെ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട് മൊത്തം ഒന്ന് മുകളിലും താഴെയൊക്കെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മേലെ ടൈലൊന്നും ഇട്ടിട്ടില്ല, ഇതുപോലെ ഒന്ന് സിമെൻറ്റ് തേച്ചിട്ട് നൈസാക്കി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ മുകളിലൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വാഷിംഗ് മെഷീന് ഭയങ്കര ഒരു വെറൈറ്റി വാഷിംഗ് മെഷീനാണ്.
എന്താ വെച്ചാൽ ഇത് കേടായിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ഉള്ളത് കേടായിട്ട് അത് സെമി ഓട്ടോമാറ്റിക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അയലിൽ വിരിച്ചിടുകയാണ്. തോര ഇടുക എന്നൊക്കെ പറയുന്നില്ലേ, അപ്പം നമ്മളിവിടെ അയലിൽ ആർത്തിടുക എന്നൊക്കെ പറയും. അതാണ് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി കുറച്ച് തുണിയുള്ളത് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം കഴുകിയെടുത്ത തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഇന്നലെ കഴുകിയ തുണികളാണ്. മോളുടെ ഡ്രസ്സ് വെക്കുന്ന സ്ഥലത്തൊക്കെ ആകപ്പാട് അലമ്പായിരിക്കുകയാണ്, അവള് വലിച്ചിട്ടിട്ടൊക്കെ. അതിനുശേഷം ഞാൻ താഴെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം മുകളിൽ ക്ലീൻ ചെയ്ത് വന്നിട്ട് താഴെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഹസ്ബൻഡ് ഉച്ചക്ക് കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് ചൂടാക്കിയിട്ട് കറിയും കുറച്ചുണ്ടായിരുന്നത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനും 2 മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഒരുപാട് കേക്ക് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പോഞ്ച് തയ്യാറാക്കുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ. രാത്രിയിലേക്ക് മോൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ആവണം, അപ്പോൾ അതും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അതും തയ്യാറാക്കുകയാണ്. നമുക്ക് തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനാണെങ്കിൽ ഞാൻ തലേ ദിവസം സെറ്റ് ചെയ്ത് കേക്ക് കൊടുക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല മനസ്സിന്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എനിക്കൊരു 3 ടയർ കേക്കും ഒരു 2 ടയർ കേക്കും പിന്നെ 2-3 1 kg കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പോഞ്ച് തയ്യാറാക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് മോന് നന്നായിട്ട് ഉറക്കം വന്നിട്ട് എൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. വേറെ ഒരാളും ഇല്ലല്ലോ, ഞാൻ ഒരുത്തിയാണല്ലോ വീട്ടിലുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയും കഴിഞ്ഞു. ഇവന് ഉറക്കം വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചിട്ട് സ്പോഞ്ച് ഒന്ന് ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഓവനിൽ പെട്ടെന്ന് കയറ്റിയിട്ട് ഇവനെ ഉറക്കി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ചൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുനാഫക്കുള്ള ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുനാഫയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ളത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രൗണിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇത് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രൗണിക്ക് ഞാൻ ഒരു 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറുമാണ് എടുത്ത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്നത്. സാൾട്ടഡ് ബട്ടർ എടുക്കാം, കുഴപ്പമില്ല. അൺസാൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ലേശം ഉപ്പ് ഈ ഒരു പൊടി അരിക്കുമ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പൊടി അരിച്ചെടുക്കുകയാണ്. 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചൊക്കോവില്ലയുടെ കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മൈദയിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറണം, ഒരുപാട് ചൂടുണ്ടാവാൻ വേണ്ടി പാടില്ല നമ്മൾ എഗ് മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ബ്രൗണിക്ക് വേണ്ടിയിട്ട്. 3 മുട്ട അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടിയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ.
അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം തന്നെ ഞാൻ ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലോട്ട് കുറച്ച് നട്ട്സ് പൗഡർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ബദാം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാഷ്യൂനട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് നട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പതഞ്ഞിട്ടുള്ള നന്നായിട്ട് പതഞ്ഞ മുട്ടയിലോട്ട് ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ബീറ്ററിൽ തന്നെ ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പാച്ചില വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മിക്സും എഗ് മിക്സും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ കൊക്കോ പൗഡറും മൈദയൊക്കെ കൂടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ പോയി കണ്ടാൽ മതി, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടാണ്, കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ. എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ്. അപ്പോൾ അതാ ഞാൻ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് മോഡിൽ തന്നെ 170 ഡിഗ്രിയിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ബ്രൗണി നന്നായിട്ട് കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ബ്രൗണി കുക്കാവുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ വെച്ച് കുത്തി നോക്കുമ്പോൾ ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടാവും. അത് കുഴപ്പമില്ല, എന്താ വെച്ചാൽ ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഞാനിപ്പം 10 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാൻ സൈസ് കുറച്ച് ചെറുതാവുമ്പം ഒരു 2-3 മിനിറ്റ് ചിലപ്പം കൂടി വരുമായിരിക്കും ബേക്കിംഗ് ടൈം. ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. ഇനി ഞാൻ കുനാഫയും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുനാഫ ഡോ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. കുനാഫയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ ബ്രൗണി പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കേക്ക് നമ്മുടെ രാത്രി ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഒപ്പം തന്നെ രാത്രിയിലേക്കുള്ള ഫുഡും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. രാത്രി ചിക്കൻ മന്തിയാണ് തയ്യാറാക്കാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്തിക്കുള്ള ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മന്തിക്കുള്ള റൈസും കൂടി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ പരിപാടികളും ഒന്നിച്ചിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുളിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു പണിയൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തീർത്തെടുക്കുകയാണ്. പിന്നെ ഞാൻ കേക്ക് എപ്പോഴും തലേ ദിവസമാണ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കാനൊക്കെ. ഇത് ഒരു കേക്ക് നമുക്ക് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉച്ചയാകുമ്പോൾ റെഡിയാക്കിയതാണ്. എന്നിട്ട് ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കാമെന്ന് കരുതി വെച്ചതാണ്. പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ട് എനിക്ക് ശരിക്കും മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ചെറിയൊരു ക്രാക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്കിൽ. അപ്പം നമ്മുടെ മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മന്തിയുടെ റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മന്തി എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ട് ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നേക്ക് കുറേ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം തികയാത്തത് കാരണം ഒരു കേക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് താഴെയാണ് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് മുകളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും രാത്രിയായി കേട്ടോ. പിന്നെ കസിൻസിൻ്റെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇവർ വരുമ്പോൾ കുറേ രാത്രിയായിരുന്നു കേട്ടോ. ഇവർ വൈകുന്നേരം വരേണ്ടവരാണ്. പിന്നെ അവർക്കെന്തോ അത്യാവശ്യമായിട്ട് പിന്നെ രാത്രിയായി. അപ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കാര്യമായിട്ടൊന്നും ഇല്ല, ചിക്കൻ മന്തി മാത്രമേ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ഇവരൊക്കെ വരാൻ ഒരുപാട് ലേറ്റായത് കാരണം മോൻ പെട്ടെന്ന് കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ് പിറ്റേന്നേക്ക് ഞാൻ മാറ്റി വെച്ചു. ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കായിരുന്നു 2 എണ്ണം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് റീൽസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ടയർ കേക്കും ഒരു 3 ടയർ കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി രാവിലെ തന്നെ റെഡിയാക്കി കൊടുക്കുകയാണ്.
ഇന്നലെ രാത്രി മോന് പെട്ടെന്ന് ഉറങ്ങിയത് കാരണം കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുനാഫ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു രാത്രി. അപ്പോൾ കുനാഫ പിറ്റേന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിറ്റേന്ന് കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിങ് ചെയ്യുകയാണ്. രാത്രി ആവുമ്പോൾ കുട്ടികൾ ഉറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ തന്നെ കേക്ക് കട്ടിങ് ചെയ്യുകയാണ്. ബ്രൗണിയും അതുപോലെ തന്നെ കുനാഫയും 1 kg ഒരു കേക്കുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കേക്ക് ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു കുറച്ച് നേരം അധികം ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി ആകുമ്പോഴാണ് എടുത്ത് ഞാൻ താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്രാക്ക് കേക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ആയതുകൊണ്ട് ഞാനത് ശരിയാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ആ കുട്ടികൾ കുനാഫക്കും അതുപോലെ തന്നെ കേക്കിനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കസിൻസിൻ്റെ മക്കളുണ്ട്, അപ്പോൾ അവരൊക്കെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ടിങ് ചെയ്തിട്ട് ബർത്ത്ഡേ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വ്ളോഗും ഞാൻ ഇട്ടായിരുന്നു ഇതിൽ, അതൊരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതിന് കുറച്ച് നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ഇതുപോലെ സിമ്പിളായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല ക്രീമി കുനാഫ ഇവിടെ റെഡി, നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുനാഫ തലേ ദിവസം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ കുനാഫ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി താഴെ കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.